Tension full stop. Celebration non-stop. Fantasy Park, Malambura, Palakkad. യെസ് ഭാരത് വെഡിംഗ് കളക്ഷൻസ് പകരമാകില്ല മറ്റൊന്നും. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കരുനാഗപ്പള്ളി, വൈബി ഫാഷൻ, അടൂർ. ബിഗ് ബോസിൽ ലാലേട്ടൻ തരുന്നത് പോലൊരു ടാസ്ക് ഞങ്ങളും തരികയാണ്. വിഷയം ബ്രോ മുടി ഒന്ന് മസാജ് തരുമോ? എന്റെ അമ്മേ, അതിന്റെ ഉള്ളിലുള്ളതൊന്നും അല്ല പുറത്തേക്ക് വരുന്നത്. എന്റെ പൊന്നോ, എനിക്കറിയത്തില്ല. വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ട് വൈൽഡ് ക്യാറ്റ് ആയിട്ടുണ്ട്. ഈ അവസ്ഥയാണ്. അയ്യോ, നിങ്ങളൊക്കെ ഇങ്ങനെയാണോ? ബിഗ് ബോസിൽ പോയി ഇനിയിപ്പോ മലയാള സിനിമ, തമിഴ് സിനിമ, ഇനിയിപ്പോ ബാക്ക് ടു എന്താവും എന്നറിയണ്ട. അഖിലേട്ടനിക്ക് ഇത്ര തീപ്പൊരി ഇങ്ങനൊരു മനുഷ്യനാണ്. ഗെയിമിൽ വരുമ്പോ ഭയങ്കര ബ്രില്യന്റ് ആണ് ആശ. നമ്മൾ കാണുന്നതിന്റെ ഒരു 10 ഇരട്ടി വേഗതയിലാണ് അയാൾ ഗെയിമിനെ കാണുന്നതും ഒക്കെ. ഞാനും റിനോഷും തമ്മിലുള്ള ബന്ധമാണ് പുറത്തിങ്ങനെ കത്തിപ്പടരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ റിനോഷ് എന്നോട് പറയും, ബ്രോയും ഇതിനും കൂടെയുള്ള ഇതില് ആൾക്കാർ അതും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം എമിൻ ബ്രോയ്ക്ക് അത് ഫീൽ ചെയ്ത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ അത്രയും നല്ല രീതിയിലാണ് അവരൊക്കെ എന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതും. അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് അവരവരുടെ ഇഷ്ടമാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ, നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നമുക്ക് പുതിയൊരു ഗെയിം കളിക്കാം. ഇതിനകത്തുള്ളത് നമ്മുടെ ബിഗ് ബോസിൽ ഇതുവരെ മത്സരിച്ച കുറച്ച് കണ്ടസ്റ്റന്റുകളുടെ പേരാണ്. നിങ്ങളുടെ സീസണിൽ മത്സരിച്ച കണ്ടസ്റ്റന്റ്സ്. ഇതൊരാളുടെ പേര് എവിൻ എടുക്കണം. എവിൻ അഭിനയിച്ച് കാണിക്കുന്നത് ശ്രുതി എന്താന്ന് പറയണം. ശ്രുതി എടുക്കണം. ശ്രുതി അഭിനയിച്ച് കാണിക്കുന്നത് ഏതാന്ന് എവിൻ പറയണം. നൈസ് അല്ലേ? ഞാൻ എങ്ങനെ അഭിനയിച്ച് കാണിച്ചു? ചക്രവർത്തിയൊന്നും എങ്ങനെ അഭിനയിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗുകൾ പറയോ ആവാം. എന്തെങ്കിലും മതി, എന്തെങ്കിലും ശ്രമിക്കാം. ഓക്കെ, ആദ്യം ഒന്ന് ശ്രുതിക്ക് കൊടുക്കാം. ഒരാളെടുത്തു. ഓക്കെ, ഇത് എങ്ങനെ വന്നതാണ്? വിഷയം ബ്രോ നിന്നെ തന്നെ എന്റെ അടുത്ത് നിന്നാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. നിന്നെ കാണിക്കാൻ എന്ത് ഈസിയാണ്. ഇതില് ശ്രുതി സംസാരിച്ചത് കൊണ്ട് ഒരെണ്ണം എവിനെ സംസാരിക്കാം. അടുത്ത തൊട്ട് നിങ്ങൾ ആക്ഷനുകളിലൂടെ മാത്രമേ കാണിക്കാവുള്ളേ. മുടി ഒന്ന് മസാജ് തരുമോ? എന്റെ പൊന്നോ, അയ്യോ അത് കൊള്ളാം. ഇതും പാവം. അല്ല, റാ പോലെ വളഞ്ഞു. ഇത് രണ്ടുപേരെയാണ് തന്നെ കിട്ടി. അയ്യോ, ഇച്ചിരി പാടാണ്. വെട്ടി കണ്ടിച്ചോ? അനു, ഞാൻ ആദ്യം ഓർത്തെ പാടാണെന്ന് പറഞ്ഞപ്പോഴേ അനു അനുചേച്ചിയുടെ ഇനി എന്തെങ്കിലുമൊക്കെ വരാനുള്ളതേ ഉള്ളൂ. ഇതുവരെ ഒന്നും പുറത്തേക്ക് കണ്ടില്ല. സത്യം. പക്ഷെ അനുചേച്ചി ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു. അയ്യോ, ഇപ്പൊ എന്നെക്കാളും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. നിങ്ങൾ ബിഗ് ബോസിൽ പോയി കേട്ടോ. അടുത്ത ആരാണെന്ന് പറഞ്ഞോ? ജുനൈസ്. അവന്റെ ബുദ്ധി മുഴുവൻ കീശയിലിരിക്കുന്നതാണ് അഖിൽമാരാന്ന് പറയുന്നത്. അതിന് പിന്നാലെ വേറെ കുറച്ച് കമന്റ്സ് കൂടി ഉണ്ട്. അതവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റില്ല. ഇല്ല, അത് അവിടെ പറയുന്നുണ്ട്. പാവം. നിന്റെ അമ്മ ഇത് ഭയങ്കരം കേട്ടോ. 24/7 മനസ്സിലായത്. അയ്യോ, എവിടെയായിരുന്നത്? എവിടെ അഭിനയിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഇതൊക്കെ എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇവരെയൊക്കെ ഇനിയിപ്പോ പോയാണ് ഇരുന്ന് കാണാൻ. എന്റെ കാഴ്ചയിലും ഇപ്പുറത്തുള്ളതൊക്കെ വേറെയാണ്. എനിക്ക് ഇത്ര ഈസി ആയിട്ട് മനസ്സിലാവുന്നില്ല എനിക്കും. ശോഭയുടെ വേറെന്താ മനസ്സും? എനിക്ക് ശോഭയെന്ന് വെച്ചാല് ഒന്നും അവിടെ ഇവിടെ ഇല്ലാത്ത എന്തൊക്കെയോ വിളിച്ച് പറയാം. ശോഭയായി. അതാ സാരി എടുത്ത് വെക്കല്ലോ. സാരിയാണ് ശോഭയുടെ മെയിൻ. സോറി പറ.
സോറി പറ. സോറി പറ. ലേഡി ഗുണ്ട റിനീഷ. സോറി പറ. സോറി പറ. ഒരെണ്ണം കൂടെ എടുക്കാം ലാസ്റ്റ് കേട്ടോ. നല്ല രസമുണ്ട്. നിങ്ങൾ ഇതാക്കണ്ട, ഞാൻ കൊറേ പിന്നെ ഇത് മൊത്തം അങ്ങ് തീർത്തേക്കാം. 2 കൂടെ ഉള്ളൂ. ഇത് എന്റെ ചങ്കുപിടി സാഗർ. അയ്യടാ, സാഗർ. എനിക്ക് എവിന്റെ പെർഫോമൻസ് കാണാനാണ് ഞാൻ സാഗർ കൊട്ടപ്പോ. ആളെ കടിക്കാൻ ഭയങ്കര എളുപ്പാ. എന്റെ അമ്മേ, പോയിട്ട് എനിക്ക് അവസരങ്ങളൊന്നും വരില്ലേ. ഇവന് വല്ല സിനിമയിൽ വിളിക്കാനുള്ള കാര്യമുള്ള എന്നെ ആരും വിളിക്കാൻ തോന്നില്ല. ലാസ്റ്റ് പേഴ്സൺ ഇത് എവിനെ കൊണ്ട് തന്നെ എവിനൊന്നും അഭിനയിക്കും. എവിനെ നോക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇതാക്കുന്നതിനേക്കാളും ആ സ്മോക്കിംഗ് റൂമിൽ നിങ്ങൾ കണ്ടോണ്ടിരുന്നല്ലേ. വേറെ കാണിക്കുക ശിവചേട്ടനാന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, ശിവചേട്ടനത് മറ്റേ സെറീന ഇത് കറക്റ്റ് ആയിരുന്നു. നമ്മളോടൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവും കേട്ടോ. പക്ഷെ ആ ചൂടാവാതിരിക്കാനുള്ള അപ്പൊ അഖിലേട്ട് പറഞ്ഞു, അഖിലേ പറയുന്നത് കേൾക്കൂ. ഇങ്ങനെയാണ്, 2 മോഡുലേഷൻ ആണ്. അഖിലിനി കൊന്നാലും അഖിലേ നീ ചെയ്തത് വളരെ തെറ്റായിട്ട് ഈ ഒരു സാധനമാണ് ഷിജിച്ചേട്ടന്റെ. അത് പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതില് മാർക്ക് ഞാൻ കൊടുക്കുന്നത് 100% മറ്റൊരു ടാസ്ക് ആവാമല്ലേ. ലാലേട്ടന്റെ പിറന്നാൾ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതെ, അന്ന് ശ്രുതിയെ ഞങ്ങൾ ബിഗ് ബോസിൽ മിസ് ചെയ്തു. ഞാനും. അതിനാൽ ലാലേട്ടന്റെ പ്രശസ്തമായ കുറച്ച് സിനിമാ പേരുകൾ പറയാം. ആ സിനിമയിലെ ക്യാരക്ടറിനോടോ ടൈറ്റിലിനോടോ ചേർന്ന് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആരാണെന്ന് എന്തുകൊണ്ടാണെന്ന് പറയുക. സിനിമാ പേരുകൾ വീണ പറയുന്നതായിരിക്കും. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ചേച്ചി സന്മനസ്സുമായിട്ട് പോയേക്കാണ്, എന്താവോന്ന് ആർക്കറിയാം. അതിൽ ചെറിയൊരു സന്മനസ്സുള്ള ഒരാളായിരുന്നു ഞാന്. ഞാനിത് 56ാം ദിവസം വീട്ടിലേക്ക് വന്നു. അടുത്തൊരു സന്മനസ്സുണ്ട്. അനുചേച്ചിയുടെ യാത്ര എത്രത്തോളം പോയി. സന്മനസ് കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. എന്തൊരു വലിയ തിരിച്ചറിവുകളാണല്ലേ. അടുത്ത മാടമ്പി. ഇടി കിട്ടിയ പിന്നെ ഉണ്ടല്ലോ. അയ്യോ, ഞാനായിട്ട് അടിക്കുന്ന പ്രാർത്ഥിക്കും, ഈ വിഷ്ണു ടോപ്പ് 5 കേറരുതേ കർത്താവേ. കാരണം ഇടിയും കിട്ടിയിട്ട് എല്ലാ ടാസ്കും അവൻ കാരണമാണ് എന്റെ കയ്യിൽ നിന്ന് പോയത്. ലാസ്റ്റ് നോമിനേഷനിൽ വന്നത് പോലും അവൻ അത് മറ്റേ കറക്ക് യന്ത്രം പിടിച്ചിട്ടാണ്. കറക്ക് യന്ത്രമൊക്കെ പിടിച്ചിട്ട് എനിക്കിവിടെ മറ്റൊരു ഇതിന് പെയിനൊക്കെ ഉണ്ട്. ഇങ്ങനെ മറ്റേ എല്ലൊക്കെ ഇങ്ങനെ പൊന്തി വന്നു. അപ്പൊ ഷുചേട്ടൻ കണ്ടിട്ട്, പൊന്നുമോള് ഇതൊക്കെ വിട്ടിട്ട് ബിഗ് ബോസ് അല്ല ജീവിതം ഉണ്ട്. ഞാൻ നോക്കുമ്പോ പുള്ളിക്കാരെ വെരിക്കോസ് ഒക്കെ പിടിച്ചിട്ട് തളർന്നു. ഞാൻ ചേട്ടാ ജീവിതം ഈ പറഞ്ഞ അത്യാവശ്യം ഒരു 10-40-30 കിലോ വെയിറ്റ് ഉണ്ട് തോന്നുന്നു. വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉള്ള സാധനമാണ്. അതും പൊക്കി പിടിച്ച് നിന്നിട്ട് ലാസ്റ്റ് നോമിനേഷനിൽ വന്ന് ഔട്ടായി വീട്ടിലേക്ക് വന്നു. മാടമ്പി വിഷ്ണു ആണ്. വിഷ്ണു മാടമ്പിയാണ്. നീരാളി ചുറ്റിപ്പിടിക്കുന്നത് നീരാളി. 2 നീരാളിമാരെ നമ്മൾ കേട്ട് കഴിഞ്ഞു. നീരാളി എന്ന് ഉദ്ദേശിച്ചത് ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാധനത്തിൽ ആ ഒരു കോൺവെർസേഷനിലെല്ലാം ഇങ്ങനെ കൂട്ടി മാറ്റി എല്ലാം വേറൊരു. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആരെ പറയാം? പെരിച്ചാഴി. പെരിച്ചാഴി ജുനൈസ്. അതെന്താ പെരിച്ചായി ജുനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജുനൈസിന്റെ ഏറ്റവും വലിയ കോമഡിയാണ്. ഞങ്ങൾ വാസുവണ്ണൻ എന്നൊക്കെ വിളിക്കായിരുന്നു പാവത്തിന്. വാസുവണ്ണൻ ഉണ്ടല്ലോ, അത് ഏത് മൂവിയിലായിരുന്നു? സായികുമാർ കുഞ്ഞിക്കൂരില് വായടയ്ക്ക് മുടിയൊക്കെ, ഞാൻ ഇടയ്ക്ക് മുടിയൊക്കെ മുറിച്ചു കൊടുത്തായിരുന്നു. അത് അഖിൽമാരാറ് ഫുൾ കുളമാക്കിയിട്ട് വാസുവണ്ണന്റെ ലുക്കായിരുന്നു. അപ്പൊ ഇവൻ പെരിച്ചായി എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ ഇവൻ മെയിൻ എങ്ങനെ അഖിൽമാരാരെ തകർക്കാം, അതാണ് അവന്റെ ആകെയുള്ള ഉദ്ദേശം. അതാണ്. അപ്പം എങ്ങനെയെങ്കിലും അഖില് പറയുന്നതിന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അത് തന്നെ അത് നോക്കി നടന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും
ഇങ്ങനെ അഖിൽമാരാരെ തോൽപ്പിക്കണം, എവിടെയെങ്കിലും ഒന്ന് തോറ്റ് അയാള് വിഷമിച്ചിരിക്കുന്ന ജുനൈസിനുണ്ടാകും. അപ്പൊന്നുമല്ല, എങ്ങനെയെങ്കിലും അഖിൽമാരാരെ തോൽപ്പിക്കണം ഒരു സാധനം. സോഷ്യൽ മീഡിയയിലെ ഈ ഒരു പേരാണ് നമ്മുടെ ജുനൈസിന് മൊത്തമായി കൊടുത്തേക്കുന്നത്. പറഞ്ഞു കൊടുത്തോ ഭാര്യക്ക്? ഇല്ല, അവന് ഈ പേരാണ് ആയിട്ടില്ലല്ലോ, ഇത്രക്കല്ലേ ആയിട്ടുള്ളൂ. ഒരു പേരുടെ ബാലേട്ടൻ ആരാണ് അതിനകത്ത്? ശ്രീചേട്ടൻ. ബാലേട്ട ബാലേട്ട ശ്രീചേട്ടൻ ബാലേട്ടൻ. അത് ശ്രീചേട്ടനാണ്. ശ്രീചേട്ടൻ ഈ പറഞ്ഞ ശ്രീചേട്ടൻ ശ്രീചേട്ടൻ ഒത്തിരി എഫേർട്ടും എടുക്കുന്നുണ്ട്. ശ്രീചേട്ടന് ഭാഗ്യമുണ്ട്. കാരണം ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രീചേട്ടൻ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നുണ്ട്. അതിൽ അഖിലേട്ടൻ്റെയും നല്ല സപ്പോർട്ടുണ്ട്. അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ്. അത് കണ്ടു പഠിക്കേണ്ടതാണ്. ഏതൊരു കാര്യത്തിലാണെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. അത് അവിടെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനും ആ ഒരു ഇതില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ശ്രീചേട്ടൻ നല്ല ഭാഗ്യമുണ്ട്. ഇപ്പൊ 70 ദിവസത്തോളം ശ്രീചേട്ടൻ സേഫ് ആയിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇതൊരു സാധനം വന്നു. ബിഗ് ബോസ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നതിനാൽ ബിഗ് ബോസിൽ ലാലേട്ടൻ തരുന്നത് പോലൊരു ടാസ്ക് ഞങ്ങളും തരികയാണ്. കുറച്ച് പഴഞ്ചൊല്ലുകൾ വീണ പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ ചേരുന്ന കണ്ടസ്റ്റന്റ് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പറയണം. പറയല്ലോ അല്ലെ? ശരി, ബിഗ് ബോസ് നോമിനേഷൻ ഫ്രീ ഉണ്ടോ ഇതിന്? ഓക്കെ, അത് രണ്ടുപേരും പറയണം കേട്ടോ. കാരണം 24/7 ഇത് കണ്ടോണ്ടിരുന്ന ഭർത്താവിനും ഇത് പറയാനുള്ള അവകാശമുണ്ട്. ഇതിനെ ഓക്കെ അല്ലേ? ഓക്കെ. ആദ്യത്തത്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ശോഭ. എവിനെ ആരെ കുറിച്ചാണ് അങ്ങനെ പറയാൻ സാധ്യത? എനിക്ക് വിഷ്ണുവിനായിട്ട് തോന്നിയിട്ടുള്ളത് ആണ്. എന്തുകൊണ്ടാണ് ശോഭയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ? ശോഭയുടെ റിയൽ ലൈഫിൽ ശോഭ അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കിപ്പോൾ അവിടെ പോയിട്ടുള്ള ശോഭനെ അറിയുള്ളൂ. പക്ഷെ ജയിക്കാനായിട്ട് ഇപ്പം അവിടെ തന്നെ ശോഭയ്ക്ക് കൊടുത്ത പേരാണ് ഡബിൾ സ്റ്റാൻഡ് അല്ല, എന്തായിരുന്നു, മൾട്ടിപ്പിൾ സ്റ്റാൻഡ് എന്നാണ് ശോഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പോലും എനിക്ക് പോലും അറിയില്ല. അത് ശ്രീചേട്ടനും അഖിലേട്ടനും കൂടെ കൊടുത്ത പേരാണ് മൾട്ടിപ്പിൾ സ്റ്റാൻഡ്. അത് പല കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ജയിക്കാനായിട്ടുള്ള ഈ ഓട്ടത്തിനിടയിൽ സ്വന്തം ഒരു വ്യക്തിത്വം മറന്നു പോവാതിരിക്കട്ടെ. ബേസിക്കലി നല്ല ആൾക്കാരാണ് എല്ലാവരും. അപ്പം അല്ല, അത് ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഗെയിമിലേക്ക് മാത്രമായി പോയി കഴിഞ്ഞാൽ അറിയില്ല. ഇതിനോട് എനിക്ക് ശോഭനാണ് തോന്നിയത്. ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം ഉള്ള കാര്യങ്ങളാട്ടോ. വിഷ്ണുവിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? എന്നുവെച്ചാൽ അവന് ഭയങ്കര എന്താ പറയാ, ആരും കണ്ണും കയ്യൊന്നും നോക്കാതെ എല്ലാ ഈ പറഞ്ഞ ടാസ്കിലൊക്കെ കയറി നിറങ്ങി ആരായാലും നോക്കാതെ ചവിട്ടി കുത്തിയൊക്കെ ചെയ്ത്. എനിക്ക് അന്നുണ്ടായ ഒരു ടാസ്കില് മറ്റേ പാവ ടാസ്ക് എന്നുണ്ട്. അതിന്റെ ദിവസം അവൻ എല്ലാം ഭയങ്കര സ്ട്രോങ് ആയി അതൊക്കെ എടുത്ത് അവൻ വിജയിച്ചു കഴിഞ്ഞ ശേഷം അന്ന് വൈകുന്നേരം അവൻ കരയേണ്ടി വന്നു. അവിടെ നിന്നിട്ട് വേറെ ഒരു സിറ്റുവേഷൻ, വേറൊരു കോൺടെസ്റ്റിൽ അവൻ കരയേണ്ടി വന്നു. അന്ന് ആരുടെ ഒരു എന്റെ കഥയുടെ സ്റ്റോറി അമ്മ എന്നെ അവരിന്ന് മോങ്ങി ഇറങ്ങി അപ്പൊ എനിക്ക് ഒരു കർമ്മ എന്നുള്ള സാധനം അന്ന് അവിടെ വർക്ക്ഔട്ട് ആയി പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതില് എവിനാട്ടോ ബിഗ് ബോസിൽ പോകേണ്ടത്. എന്റെ ഉത്തരം വേറെ, എവിന്റെ ഉത്തരം വേറെ. വേറെ വേറെ വ്യൂസ് ആണല്ലോ പുറത്തേക്ക്. അതാണ്, അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ അല്ല. അതിന്റെ ഉള്ളിലുള്ളതൊന്നും അല്ല പുറത്തേക്ക് വരുന്നത്. എന്റെ പൊന്നോ, എനിക്കറിയത്തില്ല. നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നിട്ട് വൈൽഡ് ക്യാറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ അവസ്ഥയാണ്. കാരണം പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കുക, അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേന് ഇവര് തന്നെ പറയും, അയ്യോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞതാണ് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് കംപ്ലീറ്റ്. കാരണം അങ്ങനെയാണ് അവിടെ വന്നു കഴിയുമ്പോഴേ ഇപ്പൊ ഈ പറയുന്ന എവിന് പോലും അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേനും ചിലപ്പം ഒപ്പീനിയൻ എന്തായാലും മാറും. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല ഈ പറയുന്ന കാര്യങ്ങൾ. അടുത്ത പഴഞ്ചൊല്ല്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ശ്രുതി. ഞാൻ പ്രതീക്ഷ അങ്ങോട്ട് ഞാൻ ചോദിച്ചത്. ശ്രുതിക്കാരും പറയാം. അത് ഇനി അവിടെ ഉള്ളവരെല്ലാരും മിസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവർക്ക്, പക്ഷെ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ബിഗ് ബോസിലെ ബാക്കിലുള്ളവർക്കായാലും അവിടുത്തെ കണ്ടസ്റ്റൻസിനായാലും എനിക്ക് നന്നായി തോന്നിയായിരുന്നല്ലേ? ഇല്ല, ഞാന് ഈ പറയുന്നത് പോലെ ശ്രുതിയുടെ ബിഗ് ബോസിലെ രംഗങ്ങൾ കണ്ട് തകർന്ന ഭർത്താവ് ഞാൻ ഇറങ്ങി വന്നപ്പോ പറഞ്ഞ കാര്യം, ഞാൻ ഏഷ്യാനെറ്റിന് കംപ്ലൈന്റ് കൊടുക്കും, നീ എന്താണ് എവിക്റ്റഡ് ആയത്, ടോപ്പ് 5 കയറേണ്ട ഒരു ആളാണ് നീ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ അത് ഇവിടുന്ന് ഔട്ടായപ്പോ ഏറ്റവും കൂടുതൽ വിഷമം വന്നത് എനിക്കാണ്. ഇപ്പം ഔട്ടാണ്, നിന്നേക്കാളും അവിടെ ഔട്ടാവേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, അതിനു മുന്നേ നീ എവിക്റ്റായി. അത് ഒരിക്കലും അത് എവിൻ മാത്രമല്ല, എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ കൊള്ളാം, അപ്പൊ ഇത്രയൊക്കെ ഞാൻ മീൻസ് ആൾക്കാർ പറയുമ്പോഴാണ് ഇത്രയും ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആ എവിക്റ്റ് ആവുന്നതിന്റെ ഒരു 2-3 ദിവസം ആള് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു.
അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, ആകെ ഒരു ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളും. ഞാൻ നോക്കുമ്പോൾ ഒരു ബീൻ ബാഗ് 4-5 ഇട്ട് അതിനകത്ത് ഇങ്ങനെ കിടന്നിട്ട് കരയുന്നു. അങ്ങനത്തെ ഒക്കെ ചെറിയ ലൈവിലൊക്കെ കുറച്ച് അങ്ങനെ അത്രയ്ക്ക് ബുദ്ധിമുട്ടായും തോന്നുകയാണെങ്കിൽ ഇറങ്ങി പോന്നോട്ടെ എന്നുള്ള ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതല്ല, ശരിക്കും ടോപ്പ് 5 വരണമായിരുന്നു. എന്താ ചെയ്യാ, നമ്മള് നിക്കാറുള്ള ബിഗ് ബോസിനും ഏഷ്യനെറ്റും നഷ്ടം അല്ല പിന്നെ നമുക്കെന്ത്. ഓക്കെ, അടുത്ത പഴഞ്ചൊല്ല്, പാലം കടക്കോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കുരായണ. മേ ബി ജുനൈസ് ആയിരിക്കും തോന്നുന്നുണ്ട്. എന്താ? അവൻ പെട്ടെന്ന് ആൾക്കാരെ അവിശ്വസിക്കും. കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് പോലും മേ ബി അവനോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിലും ആ സമയത്തെ ഒരു ഇതിൽ അവൻ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും, പെട്ടെന്ന് അവരെ അവിശ്വസിക്കും. പിന്നെ ഞാനാണെങ്കിലും ഒരു BB ഹോട്ടലിൽ ഇതിൽ ഞാൻ അവന്റെ കൂടെ നിന്നതാണ്. ചെറിയൊരു കാര്യം വരുമ്പോഴത്തേനും പെട്ടെന്ന് തള്ളി പറയും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് ജുനൈസി പറയുന്നത് പോലെ അവന്റെ ഫേസ് എനിക്കൊരു ഭയങ്കര കുട്ടിത്തുള്ള ഒരാളായിട്ടാണ് തോന്നിയത്. അവനിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ശരിക്കുള്ള ജുനൈസ് ഏതാന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ അവൻ എന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ അവൻ ഭയങ്കര പാവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഗെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ആ ഗെയിമിൽ ഇങ്ങനെയൊക്കെ ചില ക്യാരക്ടർ കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ജുനൈസിനെ തോന്നിയത്. ഓക്കെ, വേറെ ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അതെനിക്കായിരിക്കും. അല്ലല്ല, ഇതൊക്കെ ഞാൻ പറയുന്നില്ല, ഞാൻ ആലോചിക്കുന്നു ഞാൻ ആർക്ക് കൊടുക്കേണ്ടത്. എല്ലാം നിനക്കൊന്നും അങ്ങനെ ശരിയാക്കും. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഷിജു ചേട്ടനെന്നുണ്ട് അവിടം വരെ ഇങ്ങനെ എത്തിച്ച് നമ്മുടെ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ കൂടി ആശ കൊടുത്ത് 100 days എത്തുന്ന സമയം കൊണ്ട് അതാണ് ആ ഒരു സാധനം. ലാസ്റ്റ് രണ്ടുപേർക്കുള്ളത്, ആന വാ വിളിക്കുന്നുണ്ട്, അണ്ണൻ വാ വിളിക്കുന്നത്. അത് അഖിലേട്ടൻ വാ വിളിക്കുന്നത് കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ ആര് വാ വിളിച്ചാലും അഖിലേട്ടൻ വാ വിളിക്കുന്നുണ്ട്, അവിടുത്തെ ആൾക്കാർ ആര് വാ വിളിച്ചാലും ഇച്ചിരി പ്രശ്നമാണ്. വെരി ബ്രില്യന്റ് പ്ലെയർ ആണ്. അങ്ങനെ തന്നെ തോന്നിയിരുന്നോ? ഇപ്പൊ ഭയങ്കര വിസിബിൾ ആണല്ലോ എല്ലാവർക്കും. അത് ഭയങ്കരമായിട്ട് ആളുടെ ആ ഒരു പ്ലേയും ആളുടെ മൈൻഡും ആൾക്കാർ ടാസ്ക് കിട്ടുമ്പോൾ അതിന്റെ എന്റെ ആള് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് പുറത്തുനിന്നുള്ള എല്ലാ വ്യൂവേഴ്സിനും ഭയങ്കര ബ്രില്യന്റ് ഗെയിമറാണ് കേട്ടോ. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാന് അവിടെ പോയപ്പം ഈ ഷിജു ചേട്ടൻ ഒഴികെ ബാക്കി ആരും എനിക്കറിയില്ല. ഞാൻ കുറെ വിചാരിച്ചു കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഇവരൊക്കെ ഈ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പൊ ഈ അഖിൽമാരാരാന്നറിയില്ല, ജുനൈസ് അറിയില്ല, റിനോഷിനെ അറിയില്ല, മിഥുനെ അറിയില്ല. അപ്പം ഇവരൊക്കെ പിന്നെ എന്നാലും പറഞ്ഞു തരുമ്പോ നമുക്ക് എന്താന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരൊക്കെ ഞാൻ ഈ അഖിലേട്ടനക്ക് ഇത്ര തീപ്പൊരി ഇങ്ങനൊരു മനുഷ്യനാണ്. ഞാനൊക്കെ അവിടുന്ന് മറ്റേ തമാശ പറയിക്കല് ഞാനാണ് പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഇതിനെ കളിയാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭയങ്കരമായിട്ട് തമാശകൾ പറയാനും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അറ്റ് എ ടൈം ഗെയിമിൽ വരുമ്പം ഭയങ്കര ബ്രില്യൻ്റ് ആണ് ആശാൻ. നന്നായിട്ട് സംസാരിക്കുന്നതിലും ഗെയിം കാണുന്നതിലും നമ്മൾ കാണുന്നതിന്റെ ഒരു 10 ഇരട്ടി വേഗതയിലാണ് അയാൾ ഗെയിമിനെ കാണുന്നതും ഒക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ ഭയങ്കര അടിപൊളി കണ്ടസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുന്ന ആരും 100 ദിവസം തയ്ക്കാറില്ല. കാരണം എന്താ വെച്ചാൽ രജിത് കുമാർ, ഡോക്ടർ റോബിൻ, ഇപ്പതാ അഖിലിന്റെ കാര്യം ഞാൻ ഈശ്വര എല്ലാവരും കൂടെ അല്ല ചിലപ്പോ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അഖിൽമാരും. അങ്ങനെ മനസ്സിലെപ്പോഴെങ്കിലും തോന്നിയത്? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ടല്ലേ? പിന്നെ കോമൺ മാൻ ഈ പറയുന്ന ഇപ്പോ പുറത്തുള്ള ഒരു മൊത്തത്തിലൊരു റൂമേഴ്സ് ഉണ്ട്, ഈ 5 പേരാണ് വരാന്ന്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അവർക്ക് കൊടുക്കുന്നത്. അഖിലേട്ടൻ എന്തായാലും ടോപ്പ് 5 അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് 5 അല്ല, പുള്ളിക്ക് അത്യാവശ്യം ആ കൂട്ടത്തിൽ. ഇതിപ്പോ ജനം പറയുന്ന പോലെ ഇത്രയും ആൾക്കാർ, ഇത്രയും ഒരു പോപ്പുലേഷൻ പുറത്തുനിന്ന് ഈ ആൾക്ക് ഇവർ 5 പേർക്കുള്ള ഒരാൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏഷ്യനെറ്റുകാർക്ക് എന്താ പിന്നെ അവര് വേറെ ആൾ കൊടുക്കാനുള്ള മാക്സിമം നോക്കുള്ളൂ. ആ ഒരു സസ്പെൻസ് മാറ്റാനുള്ള നോക്കുള്ളൂ. അഖിലേട്ടൻ ഈ പറയുന്നത് പോലെ മറ്റേ ടെമ്പർ കൂടി ആരെങ്കിലൊക്കെ എടുത്ത് ഇടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഞാൻ പോരാൻ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടാലന്റഡ് ആണ്, നിങ്ങളിത് സൂക്ഷിച്ച്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ പുള്ളി വെറുതെ കയറി അന്ന് എന്നെയൊക്കെ ഭയങ്കര ഞാൻ അഖിൽമാരായിരുന്നു നമ്മൾ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ പുള്ളിയോട് പറയുന്നത് നിങ്ങൾ ഈ ഇമോഷൻസിന്റെ പേര് കയറി നിങ്ങൾ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടേണ്ട കപ്പായിരിക്കും, നിങ്ങൾ വെറുതെ ഇത് തട്ടിക്കളയല്ലേ, കൈ വന്നിട്ടുള്ള ഭാഗ്യം നിങ്ങൾ തട്ടിക്കളയലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പുള്ളിക്ക് ഈ പറയുന്ന പോലെ പക്ഷേ കൊറേ ഷിജിചേട്ടനുണ്ടല്ലോ ഞാൻ ഇട്ടേക്കുന്ന ഒരു ടാസ്കില് പച്ചമോരെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സദ്യയില് പച്ചമോരാണ്. അത് ഷിജിചേട്ടനെ താരതമ്യപ്പെടുത്താൻ കാരണം വഴക്കൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ പച്ചമോര്, നമുക്ക് എരിവ് കൂടുമ്പോൾ നമ്മൾ പച്ചമോര് കഴിക്കുമ്പോൾ ഒരു സുഖം വരില്ല. അതുപോലെയാണ് ഷിജിചേട്ടൻ എല്ലായിടത്തും. ഷിജിചേട്ടൻ ഇടയ്ക്ക് നിന്നില്ലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും അഖിലേട്ടന്റെ ലാസ്റ്റത്തെ വഴക്കിൽ അഖിലേട്ടൻ
ഉറപ്പായിട്ട് എന്റെ മേത്തേക്ക് അടിച്ചേനെ. പക്ഷെ ഷിജുചേട്ടൻ ഇങ്ങനെ നിന്നത് കൊണ്ട് ആ ഒരു കാര്യം സോൾവ് ആയി കിട്ടി. അതുപോലെ ശ്രുതി ഞാൻ കാണാൻ നല്ല രസമുള്ള വേറെ സ്വരം പറയട്ടെ, സാഗറിനെ അനുകരിക്കുന്നത്. പാവ സാഗർ, അയ്യോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാഗറുമായിട്ടാണ് അടുക്കാൻ ലേറ്റ് ആയത്. അപ്പം സാഗറിന്റെ ഇതൊക്കെ കണ്ടപ്പം ഞാൻ ആദ്യം എല്ലാ ടാസ്കിലും ഞാൻ പറയും ഭയങ്കര സ്ലോ ആണ് സാഗർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നോമിനേഷനിൽ സാഗറിന്റെ ഒക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ പറയുന്ന ഇവൻ ഈ ചില സമയത്ത് ഐസൊക്കെ കൊണ്ടുവച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാനും മിഥുനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ ഇടയ്ക്ക് കയറുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പക്ഷെ അത് കഴിയുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് പറയും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പൊ എനിക്ക് ഇവനെ പിടികിട്ടണേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവൻ എന്താണ് ഇവൻ ആ ഒരു കുറച്ച് സമയത്ത് അവന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യായിരുന്നു. ഇപ്പം ലാലേട്ടൻ എപ്പിസോഡിലാണെങ്കിലും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അമ്മമാരുടെ ഒരു ദിനം ഉണ്ടായിരുന്നല്ലോ, മാതൃദിനത്തിന്റെ അന്ന് ഞങ്ങൾക്ക് ഒരു പേപ്പറും പേനയും തന്നു. അമ്മയ്ക്ക് ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബെഡ്റൂമിലേക്ക് കയറി പോകുമ്പം സാഗർ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ദൈവമേ നമുക്കൊക്കെ എഴുതാൻ ഒരാളുണ്ട് സാഗർ. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ എന്റെ ബെഡിന്റെ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ പേപ്പറും പേന എടുത്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഭയങ്കരമായിട്ട് വിഷമം വന്നു. എന്നിട്ട് അതുവരെ ഞാനും അവനായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയൊരു പേപ്പറിനായിട്ട് ഞാൻ എഴുതി, സാഗർ ഇങ്ങനെ നിനക്ക് കുറേ അമ്മമാരുടെ പ്രാർത്ഥനയുണ്ട്, ഇതൊരു ഗെയിം അല്ലേ ഞാൻ എഴുതിയിട്ട് ഞാൻ അവന് കൊടുത്തു, കുറേ ഉമ്മ എന്ന് പറഞ്ഞിട്ട്. അവന് ഭയങ്കര വിഷമമായി. എന്നിട്ട് അവൻ വന്നിട്ട് എന്നെ ഹഗ് ചെയ്ത് ഉമ്മയൊക്കെ തന്ന് അവന് എൻ്റെ റിപ്ലൈ തന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ലൈഫ്. അതാണ് നമ്മൾക്കിപ്പം ഒരു ഗെയിം, അത് ആരെങ്കിലും ഒരാൾക്കേ ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ ആ ഒരു സമയത്ത് ഇതുകൊണ്ട് ഇപ്പൊ സാഗറിന് ഒത്തിരി അവനൊരു റിലീഫായി, അവനൊരു സന്തോഷമായി. അതെനിക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ ഞാൻ അവിടെ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറെ പേരുടെ കാര്യത്തിൽ അതൊക്കെ എന്റെ പ്രൗഡ് മൊമെന്റ്സ് ആണ്. അതൊക്കെ ഞാൻ ഇങ്ങനെ തിരിച്ചാലോചിക്കുമ്പോൾ. ഇവരെ ശ്രുതി ഏറ്റവും നന്നായിട്ട് അനുകരിക്കുന്ന ആരെയാ? അത് ഈ പറഞ്ഞ പോലെ സാഗറിനെയാണ് ഞാൻ ബ്രോയിനെ അനുകരിക്കും. ഞാൻ എന്റെ ബ്രദർ അല്ലേ, ഇപ്പൊ റിനോഷ് മോർണിംഗ് ടാസ്ക് കയറിയിട്ട് ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു ഞാൻ കൈയടിക്കും. അതായിരുന്നു ഞാന്. ആ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ വന്നു. അതുപോലെ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഏറ്റവും കൂടുതൽ കൈ അടിച്ചോണ്ടിരുന്നത് ഞാനായിരുന്നു. അല്ല, ഈ സാഗറിന് ഒരു ഡയലോഗ് പറഞ്ഞു അനുകരിച്ച് കാണിക്കാവോ? സാഗറിന്റെ ഇതെല്ലാം ഇമോഷൻ. ഞാനന്ന് അത്രയും ദേഷ്യത്തിൽ ഇവനെന്താ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു. ഇങ്ങനെ ഇതൊക്കെ ഞാൻ അന്ന് കാണിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ആ മനോഭാവമേ അവനോടുള്ള മനോഭാവം. പക്ഷെ അതിനുശേഷം ആള് മാറിയിരുന്നു. അവൻ ഓൾറെഡി ശ്രുതി പറയുന്നതൊക്കെ മുന്നേ തന്നെ ഷിജു ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് അവനത് ഇതിനെപ്പറ്റി സെയിം ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു. എടാ നിന്റെ ആക്ഷൻസ് നിന്റെ മാനറിസം മാറ്റി, അത് ഭയങ്കര പ്രൊവോക്കിംഗ് ആണ്. അതിനെപ്പറ്റി ഒരു സംഭവം ഓൾറെഡി ഉണ്ട്. ഞാനും അതിന്റെ. പക്ഷെ ലേറ്റർ ഓൺ ഇപ്പൊ ഒന്ന് അവൻ ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര വ്യത്യാസം. എന്നിട്ട് അവനിങ്ങനെ ഓവറായിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് എന്റെ അടുത്തോണ്ട് പറയും ചേച്ചി ഞാൻ കുറച്ച് ഓവറാണല്ലേ, ഇങ്ങനെ പറയും ചേച്ചി ഞാൻ കുറച്ച് ഓവറാണല്ലേ കുറയ്ക്കുന്നത്. ഞാൻ കുറച്ച് കുറയ്ക്കുന്ന നല്ലത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. അല്ല, വീട്ടില് എപ്പോഴെങ്കിലും ഭർത്താവിനെ അനുകരിച്ച് കാണിച്ചിട്ടുണ്ടോ? ഇത്രയും നല്ലൊരു മനുഷ്യൻ ഞാൻ എങ്ങനെ അനുകരിച്ച് കാണിക്കും? തിരിച്ച് ഭാര്യനെ എവിടെയെങ്കിലും അനുകരിച്ച് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാലും ശ്രുതിക്ക് സ്ഥിരമായി കാണിക്കുന്ന ഒരു മാനർസ് എന്താണെന്ന് കാണിച്ചു തരാമോ? ഇതില് കാണിച്ചു തരല്ല, ഞാൻ പറയാം. അവളുടെ ചിരി തുടക്കം തൊട്ട് അവസാനം വരെ ഫേമസ് ആയിരുന്നു. അവിടെ ഒരു എന്താ പറയാ, ഒരു ഹോണിംഗ് ബെൽ അടിക്കുന്ന പോലത്തെ ആ ഒരു ചിരി, അത് ഭയങ്കര, അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടായിരുന്നു. അതെല്ലാരും പറയും, എന്നോട് പറയും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു മറ്റേ ഏഷ്യാനെറ്റിന്റെ തന്നെ വോഡാഫോണിലൊക്കെ ശ്രുതിനെ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് ഈ ചിരിയായിരിക്കും. കോളിംഗ് ബെല്ലും പോലത്തെ ചിരിയാണ്. അത് ഭയങ്കര, അത് മറ്റേ ഒമറേട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ചിരി കേൾക്കാനായിട്ട് പുള്ളി ഇങ്ങനെ ഓരോന്ന് പറയായിരുന്നു. ആ ചിരിയൊക്കെ നഷ്ടപ്പെട്ടു പോയി വീണ ഒരു സമയമായിട്ട്. ആദ്യം ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ചിരിക്കാനൊന്നും വയ്യ. അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ മൊത്തത്തില് ആകെ ഇവിടെ ആശ്വാസം കണ്ടെത്തിയിരുന്നത് ഭക്ഷണത്തിലാണ്. അതിന്റെ പേര് ഭക്ഷണോ റേഷനാണ്. അതിന്റെ പേരിൽ എന്തെല്ലാം ലാലേട്ടന്റെ എപ്പിസോഡിലൊരു ഭക്ഷണം എടുത്തതിന്റെ പേരിൽ എന്നെ എന്തെല്ലാം രീതിയില് വിഷ്ണു ഒക്കെ കുറ്റപ്പെടുത്തിയെന്നറിയോ? അയ്യോ, അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ ഒരു സ്പൂൺ ഒരു ജാമിന് കണക്ക് പറഞ്ഞു, ഇത്ര ജാമിനൊക്കെ കണക്ക് പറയണം. എന്റെ ദൈവമേ. ഞാനൊക്കെ പച്ചച്ചോറുണ്ട്, അപ്പൊ കറിയാവാൻ ലേറ്റ് ആവുമല്ലോ. പച്ചച്ചോറൊക്കെ പെറുക്കി തിന്നിട്ട്
ആ അവസ്ഥയാണ്. ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? എന്റെ അമ്മേ. ബോഡിയൊക്കെ സെറ്റായി, വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ഞാനെന്നാ അവിടെ പോയിട്ട് എല്ലാവർക്കും 10 കിലോയൊക്കെ കുറഞ്ഞപ്പോ ഞാനാരാ പോണു, ഞാൻ കട്ടും പെറുക്കിയൊക്കെ തിന്ന് ഞാൻ പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ സ്ഥിരം അഭിനയുണ്ടല്ലോ, ചേട്ടാ ഒരു ആപ്പിള് തരുമെന്ന് ചോദിക്കുമ്പോ അഖിലേട്ടനാണെങ്കിലും അവരൊരു ഈ പെണ്ണിന്റെ അഭിനയത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യും, ഞാൻ ഭയങ്കര ഒരു ആപ്പിള് തരും വിശന്നിട്ട് പറയുമ്പോഴത്തേനും തരും. പിന്നെ അല്ല നമ്മുടെ വയറ് നിറഞ്ഞാ പോരെ. ഈ എന്താ പറയാ, ശ്രുതിയും റിനോഷും തമ്മിലുള്ള ഭയങ്കരമായ സൗഹൃദം ഇടയ്ക്ക് എപ്പോഴേക്കോ അനിയൻ മിഥുന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയതായിട്ട് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ തോന്നിയായിരുന്നു? അയ്യോ ഇല്ല കേട്ടോ, പാവം അനിയൻ മിഥുൻ. എന്റെ അനിയൻ മിഥുവിന്റെയും പ്രേമത്തിന്റെ ഇതല്ലായിരുന്നു റിനോഷ്. അപ്പൊ എങ്ങനെ അനിയൻ മിഥുൻ ഒരിക്കലും റിനോഷിനെ കുറ്റം പറയില്ല. പക്ഷെ നമുക്കത് കണ്ടോ പലയിടത്തും ശ്രുതി എന്ന റിനോഷിനോട് കൂടുതൽ അടുക്കുന്നത് എന്തോ മിഥുന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടിയിരുന്നു കാണുന്ന. മിഥുന് റിനോഷ് എന്ന് പറഞ്ഞാലും റിനോഷിന് മിഥുൻ എന്ന് പറഞ്ഞാലും അവര് അങ്ങനെയാണ്, അവര് ജീവന്റെ ജീവനാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് തള്ളിക്കറി പോയ ആളാണ്. ഇവരുടെ മറ്റേ ദാസിന്റെ വിജയന്റെ ഡിസ്കഷനിലും അതൊക്കെ ഞാൻ ഇങ്ങനെ പറന്ന് നടക്കും. ഒരു സ്ഥലത്തേക്ക് എനിക്ക് കയറാൻ പറ്റില്ല, മറ്റിടത്തൊക്കെ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അവർ സംസാരമൊക്കെ നിർത്തും. ആദ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഒരു ഗ്രൂപ്പിൽ എന്നെ പെടുത്തത്തില്ല. ഞാനിങ്ങനെ തന്നെ നടക്കായിരുന്നു. അപ്പം സെറീന, റിനീഷ, അഞ്ജു അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. അഖിൽമാരാരും ഷിജുവും വിഷ്ണുവും പിന്നെ അവർ കപ്പിലേക്കുള്ള സംസാരമാണ്, അപ്പൊ അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നോക്കുമ്പോ കാണാൻ റിനോഷും ഇതിന് വേറെ എന്തൊക്കെയോ കാര്യം പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അവരുമായിട്ട് അപ്പം ഇതിനൊന്നും ഒരിക്കലും അങ്ങനെ എൻ്റെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പം റിനോഷ് ആണെങ്കിലും പലപ്പോഴും എന്നോട് പറയും, അപ്പം നമുക്കറിയില്ലല്ലോ ഞാനും റിനോഷും തമ്മിലുള്ള ബന്ധമാണ്, പുറത്തിങ്ങനെ കത്തിപ്പടരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം റിനോഷ് എന്നോട് പറയും, ബ്രോയും ഇതിനും കൂടെയുള്ള ഇതിൽ ആൾക്കാർ അതും ഇതൊക്കെ പറയുന്നുണ്ട്, അപ്പം എവിൻ ബ്രോയ്ക്ക് അത് ഫീൽ ചെയ്യും, എവിൻ ബ്രോയ്ക്ക്. അപ്പം ഞാൻ പറയാം, അപ്പം എവിനെ കുറിച്ച് ഞാൻ കുറേ സംസാരിച്ചു. അപ്പം എവിൻ ബ്രോയ്ക്ക് ബ്രോയിനെ ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ നാട്ടുകാരൊക്കെ പറയുമ്പോൾ ബ്രോയ്ക്ക് അത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ പുറത്തിപ്പോൾ ശ്രുതിയാണ് അതേ പുറത്ത് ണ്ടെങ്കിൽ ശ്രുതി ബ്രോയുടെ രീതിയിൽ സംസാരിക്കുക. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ അത്രയും നല്ല രീതിയിലാണ് അവരൊക്കെ എന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതും. എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിനൊക്കെ ഇവർ രണ്ടുപേരും അത്രയും വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഇവൻ മിഥുനാണെങ്കിലും റിനോഷൊക്കെ ആണെങ്കിലും അത്രയും ജമ്മാണ്. അത് പുറത്തിനി വഴിയെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത്രയും പ്രണയം ഇത്തവണത്തെ സീസണിൽ വർക്ക്ഔട്ട് ആയില്ല എന്ന് ഞാൻ വർക്ക്ഔട്ട് ആവാൻ നോക്കിയതാ മിഥുനായിട്ട്, പക്ഷെ പോയി. പുറത്തേക്ക് കൊണ്ടുവന്നേ. അല്ല, ആൾക്കാർ അങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ ഫേക്ക് പ്രണയം കാണിച്ചു, ഞാൻ അത് കാണിച്ചു, ഇത് കാണിച്ചു. എന്റെ പൊന്നു. പക്ഷെ ശ്രുതി സത്യം പറയണം, ശ്രുതിക്ക് എപ്പോഴും ഒരു പേടി വന്നില്ലേ? അതല്ലേ ശ്രുതി അങ്ങനെ പറഞ്ഞേ, പുറത്തിറങ്ങുമ്പോ ആൾക്കാർ ഇനി എന്തൊക്കെയായിരിക്കും പറയുന്നത്. അത് ഞാൻ കാരണം അതെന്താന്നറിയോ, സമയത്ത് ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല പുറത്താവത്ത്. ഇത് പറഞ്ഞപ്പോഴാണ് ആൾക്കാരെ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടോ, സത്യത്തിൽ അങ്ങനെ നടന്നു. അതെന്താന്നറിയാം, അത് ഒരു വയൽക്കാർ എൻട്രി എൻ്റെ അടുത്ത് വന്നപ്പോ അതുവരെ നമുക്കിങ്ങനെ അറിയില്ലല്ലോ എന്താണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന എന്താ, ഞാൻ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ മാത്രല്ല മിഥുൻ ഇങ്ങനെ വേറൊരാളെടുത്ത് എന്നെ അത്ര ഇഷ്ടം, ഞാൻ ചിങ്ങനെ തമാശ. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് വരുമ്പോഴും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര തമാശയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾക്കിപ്പോ ഭയങ്കര ഒരു ലവ് ആയിട്ട് വരുന്ന ഒരാള് സമീപിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഞാനും ഇവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടും. അപ്പൊ ഞാനിങ്ങനെയൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ എൻ്റെ ജീവിതം തീർന്നു, ഇനി നീ നാട്ടികയില് കുടില് കെട്ടി നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം വയൽക്കാർ എൻട്രിയിൽ വന്നിട്ട് ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ശ്രുതിയും ഇതിനുമുള്ള ഇതിങ്ങനെ. അപ്പോഴാണ് ദൈവം ഇതിത്ര സീരിയസ് ആയിട്ട്, അപ്പൊ ആ രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് പുറത്ത് നടക്കുന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്കത് ഭയങ്കരമായിട്ട്, അപ്പൊ ഞാൻ ആ ഒരു ഇതിലാണ് ഞാൻ അന്നങ്ങനെ സംസാരിച്ചത്. നമ്മളിവിടെ തമാശയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതാക്കുന്നു, പുറത്ത് ഇതിന്റെ പേരിൽ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഈ ആക്ച്വലി അവിടേക്ക് പോയത് നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ, അതോ പോകേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? രണ്ടാൾക്ക് ചിലതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും പോകേണ്ടേ ആയിരുന്നില്ല, ഇവള് പോകേണ്ടതേ ആയിരുന്നില്ല. ആ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അതായത് എനിക്ക് ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറേം കൂടെ ബോൾഡ് ആയത് ഞാൻ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആണല്ലേ, ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതായത് ഒന്ന് തോണ്ടുമ്പോ കരയും, ഒന്ന് പിച്ചുമ്പോ കരയുന്ന ഒരാളായിരുന്നു ഞാന്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സമൂഹം എന്ത് പറയും, അല്ലെങ്കിൽ സമൂഹത്തെ പ്രീതിപ്പെടുത്തി, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കമന്റ്സ് പറയുമ്പോൾ ഒരുപാട് വേദനിച്ചിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ഉള്ളിലൊരു ശരിയുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് നമ്മൾക്കൊരു ബോധമുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ, ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്,
എനിക്ക് വീണയുടെ വായ അടയ്ക്കാൻ പറ്റും. വേറെ ഈ ഇത്രയും ലക്ഷക്കണക്കില്ലെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് എന്തിനാണ് ആവശ്യം? എൻ്റെ ലൈഫ് ഞാൻ ഇന്നല്ലെങ്കിൽ ഞാൻ നാളെ മരിച്ചു പോകുമ്പം എന്നെ ഓർക്കണമെന്നില്ല, പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എൻ്റെ ലൈഫിൽ. ഞാൻ പ്രസൻറ്റിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫ്യൂച്ചറിലേക്ക് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പ്രസൻറ്റിൽ ജീവിക്കുന്നതാണ്. എൻ്റെ നിമിഷങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നിൽക്കുന്ന ആളാണ്. അല്ലാതെ നാട്ടുകാരെന്ത് പറയണേ, നാട്ടുകാരെന്ത് പറയുന്നു ജീവിച്ചിട്ടുണ്ടെന്ന് കുറേ നാളുണ്ടായിരുന്നു ഞാൻ ഫിലിമിൽ വന്ന സമയത്തും ഒക്കെ. കാരണം എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഫീൽഡിലേക്ക് വന്നത്. അപ്പം അമ്മയ്ക്കൊരു ചീത്തപ്പേരല്ലെങ്കിൽ അമ്മേനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ ഭയങ്കര. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഓരോ പെൺകുട്ടികളും, ഞാൻ ഫിലിമിൽ വന്നത് 17 മീൻസ് നായികയായിട്ട് വന്നത് 17ാമത്തെ വയസ്സിലാണ്. അന്ന് ഞാൻ വന്നപ്പോഴുള്ള ഇതും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എത്ര ബോൾഡാണ്. അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് അവരവരുടെ ഇഷ്ടമാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ആ ഒരു സത്യം മനസ്സിലാക്കിയത് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ്. അപ്പം നമുക്ക് അവസാനമായിട്ട് അങ്ങനെ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? മുന്നേ ജീവിച്ചേക്കാളും അതിനേക്കാൾ അപ്പുറം അടിപൊളിയായിട്ട് പൈസ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു പൊളിച്ച് ഫുൾ വേൾഡ് ട്രിപ്പ് പോകും. അതെ, ബിഗ് ബോസ് പോയാലും പൈസയൊക്കെ പൈസയൊക്കെ ഫുൾ ഇങ്ങ് വരട്ടെ. അപ്പൊ നമ്മൾ അടിച്ചു പൊളിച്ച് കുറച്ചൊക്കെ ട്രിപ്പൊക്കെ അടിച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് കൊറേ പറയുന്ന പോലെ അതൊക്കെ ബാക്ക് ടു ലൈഫ് അല്ലേ. ഡ്യൂട്ടിക്കൊക്കെ പോണേ മനുഷ്യ. ഇത്ര മുന്നേ ഇവിടെ ഇരുന്ന് പറഞ്ഞത് പോണ്ടെന്നാട്ടോ. കുറച്ച് ദിവസം ഈ പറയുന്ന പോലെ അതെ, ഇപ്പൊ കുറച്ച് ദിവസം നിങ്ങൾ പോണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോവാ. ഇനിയിപ്പൊ ഞാൻ പണിയൊക്കെ എടുക്കുക. ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. നമ്മൾക്കൊരു വിചാരം ഉണ്ടല്ലോ, ബിഗ് ബോസിൽ പോയാ ഇനിയിപ്പോ മലയാള സിനിമ, തമിഴ് സിനിമ, ഇനിയിപ്പോ ബാക്ക് ടു എന്താവും എന്നറിയണ്ട. അങ്ങനെയൊന്നുമില്ല. അതായാലും എന്താ പറയാ, അടിപൊളിയായിരുന്നു. ശ്രുതിക്ക് പറ്റാത്ത പോലെയൊക്കെ ചെയ്തു. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും രണ്ട് പക്ഷമുണ്ട്. കുറെ പേർക്ക് ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവ്, ഫാമിലി, പിന്നെ എന്ത് ടെൻഷൻ അടിക്കണോ അല്ലേ. അപ്പൊ ഏതായാലും രണ്ടാൾക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ യുവർ ടൈം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. വീണ ഇത്രയും ഞാൻ വിചാരിച്ചു വീണ നമ്മളെ പൊരിക്കൂന്ന്. ഇത് എന്തായത് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രികളെ പോലെ അല്ല, ഇപ്പൊ എന്താ വെച്ചാൽ ഞാൻ മൊത്തത്തിൽ പൊരിഞ്ഞിരിക്കുക. അതോ ഇത്രയൊക്കെയുള്ളൂ. കൊറേ നാളുകൊണ്ട് വീണയുടെ വലിയൊരു ഫാനാണ് ഞാൻ. വീണ ഇന്റർവ്യൂ ചെയ്യുന്നതും വീണയുടെ ഇന്റർവ്യൂസ് ഞാൻ മാക്സിമം കാണുന്നുണ്ട്. സംയുക്ത ചേച്ചിയൊക്കെ ആയിട്ടുള്ള ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്റെ വീട്ടിൽ എന്റെ ലൈഫ് വിളിച്ചപ്പോൾ വീണയുടെ അന്വേഷണം പറയാനെന്ന് പറഞ്ഞു. അപ്പം വീണയുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് വരാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടിച്ച് ഞാൻ ഫ്രണ്ടിലിടുവേ. ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും പറയാം. എനിക്ക് പറയൂ. അതെ, എന്തായാലും ഇത്രയും പറഞ്ഞാൽ മതി. ഒന്നുമില്ല, ഇനിയിപ്പോ ഏത് ഇന്റർവ്യൂലാണെങ്കിലും ഞങ്ങൾ ഇത്ര ഹാപ്പി ആയിട്ട് ഞങ്ങൾ സംസാരിച്ചാലും ഞങ്ങളുടെ കാര്യങ്ങൾ എത്ര ഓപ്പൺ അപ്പ് ആയാലും ഇതിന്റെ അടിയിൽ കമന്റ്സ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. ആ ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നമസ്കാരം, താങ്ക് യു സോ മച്ച്. എന്ത് പറയാനാ എന്റെ ദൈവമേ. Tension full stop. Celebration non-stop. Fantasy Park Malambura Palakkad. യെസ് ഭാരത് വെഡിംഗ് കളക്ഷൻസ് പകരമാകില്ല മറ്റൊന്നും. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കരുനാഗപ്പള്ളി, വൈബി ഫാഷൻ, അടൂർ.